നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിംഗ് ആണ്. ഈ അക്കൗണ്ടിംഗ് നിയമം എങ്ങനെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാം എന്നതിനെപ്പറ്റി, ജേണൽ എൻട്രി, ഡെബിറ്റ്, ക്രെഡിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം തുടങ്ങി എല്ലാ കാര്യങ്ങളും ഈ ചെറിയ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം. സമയം വൈകാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിംഗ് 3 തരത്തിലുണ്ട്. അതിൽ ഒന്നാമത്തേത് പേഴ്സണൽ അക്കൗണ്ട്. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ആർക്കാണോ പണം കൊടുക്കുന്നത് ആ ആളെ ഡെബിറ്റ് ചെയ്യുക, ആരാണോ പണം തരുന്നത് ആ ആളെ ക്രെഡിറ്റ് ചെയ്യുക. രണ്ടാമത്തേത് റിയൽ അക്കൗണ്ട്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇങ്ങോട്ട് വരുന്നതിനെ ഡെബിറ്റ് ചെയ്യുക, പുറത്തേക്ക് പോകുന്നതിനെ ക്രെഡിറ്റ് ചെയ്യുക. മൂന്നാമത്തേത് നോമിനൽ അക്കൗണ്ട്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിംസ്. ചിലവുകളെയും നഷ്ടങ്ങളെയും ഡെബിറ്റ് ചെയ്യുക, വരുമാനങ്ങളെയും നേട്ടങ്ങളെയും ക്രെഡിറ്റ് ചെയ്യുക. സിമ്പിളായി നോക്കിയാൽ അക്കൗണ്ടിങ്ങിൻ്റെ ഈ നിയമങ്ങളെല്ലാം ഒരുമിച്ച് നമുക്കിങ്ങനെ പഠിക്കാം. എക്സ്പെൻസസ് അല്ലെങ്കിൽ അസറ്റുകൾ, അതായത് നമ്മുടെ ചെലവുകളോ സമ്പാദ്യങ്ങളോ ഇൻക്രീസ് ചെയ്താൽ അഥവാ കൂടിയാൽ നമുക്കവയെ ഡെബിറ്റ് ചെയ്യാം. ലൈബിലിറ്റീസ്, ഇൻകംസ്, ക്യാപിറ്റൽ, അതായത് ബാധ്യതകളോ വരുമാനങ്ങളോ കമ്പനിയുടെ മൂലധനമോ കൂടിയാൽ അവയെ ക്രെഡിറ്റ് ചെയ്യാം. ഇനി ഈ അക്കൗണ്ടിംഗ് നിയമങ്ങൾ വഴി ജേണൽ എൻട്രികൾ എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. ജേണൽ എൻട്രി ഒരു അക്കൗണ്ടന്റിനെ സംബന്ധിച്ച് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഡെബിറ്റും ക്രെഡിറ്റും കൃത്യമായി തിരിച്ചറിഞ്ഞ് ജേണൽ എൻട്രികൾ തെറ്റാതെ അറിയാവുന്ന ഒരു അക്കൗണ്ടന്റിന് ഏത് തരം അക്കൗണ്ടിംഗ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളും എളുപ്പത്തിൽ മനസ്സിലാക്കുവാനും ജോലി ചെയ്യാനും കഴിയും. ആദ്യത്തെ ചോദ്യം, ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ ഇൻ ക്യാഷ് 15,000. അതായത് കമ്പനിയിലേക്ക് കമ്പനിയുടെ മുതലാളി 15,000 ക്യാഷ് ആയി കൊണ്ടുവന്ന് മൂലധനം നിക്ഷേപിച്ചു. അക്കൗണ്ടിംഗ് ചെയ്യുമ്പോൾ എപ്പോഴും അക്കൗണ്ടന്റ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വേണം ചിന്തിക്കാൻ. കമ്പനിയിലേക്ക് ഓണർ ക്യാഷ് കൊണ്ടുവന്നു. അപ്പോൾ കമ്പനിയിൽ ക്യാഷ് എന്ന ആസറ്റ് അഥവാ ക്യാഷ് എന്ന സമ്പാദ്യം കൂടി. അതുകൊണ്ട് ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. ഓണർ കൊണ്ടുവന്ന ക്യാപിറ്റൽ അഥവാ മൂലധനം കമ്പനിയെ സംബന്ധിച്ചൊരു ബാധ്യതയാണ്. ഭാവിയിൽ ഈ ക്യാഷ് കൊണ്ട് കമ്പനി നന്നായി പ്രവർത്തിച്ചു ലാഭമുണ്ടാക്കി ഓണർക്ക് തിരിച്ചു കൊടുക്കണം. ക്യാപിറ്റൽ കൂടിയതുകൊണ്ട് ക്യാപിറ്റലിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. അടുത്ത ചോദ്യം, ഫർണിച്ചർ പർച്ചേസ് ഫോർ ദി ഓഫീസ് ബൈ ക്യാഷ് 12,000. കമ്പനിയുടെ ഓഫീസിലേക്ക് ക്യാഷ് കൊടുത്ത് ഫർണിച്ചർ വാങ്ങിച്ചു. ഫർണിച്ചറും ക്യാഷും രണ്ടും കമ്പനിയെ സംബന്ധിച്ച് അസറ്റുകളാണ് അഥവാ സമ്പാദ്യങ്ങളാണ്. എന്നാൽ ഇവിടെ നമുക്ക് കാണാം ഫർണിച്ചർ എന്ന ആസറ്റ് കമ്പനിയിലേക്ക് വാങ്ങിച്ചതാണ് അഥവാ വന്നതാണ്. അതുകൊണ്ട് ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്തു. ക്യാഷ് കൊടുത്താണ് വാങ്ങിയത്. അതുകൊണ്ട് കമ്പനിയിലെ ക്യാഷ് എന്ന ആസറ്റ് കുറഞ്ഞു അഥവാ പോയി. ആസറ്റ് കുറഞ്ഞതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. മൂന്നാമത്തെ ചോദ്യം, റിസീവ്ഡ് കമ്മീഷൻ ക്യാഷ് 5,000. അതായത് കമ്മീഷൻ ക്യാഷ് കിട്ടി 5,000. ഇവിടെ ക്യാഷ് എന്ന ആസറ്റ് കമ്പനിക്ക് കിട്ടി അഥവാ കമ്പനിയിലേക്ക് ക്യാഷ് വന്നു. അതുകൊണ്ട് ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. കമ്മീഷൻ എന്നത് കമ്പനിയെ സംബന്ധിച്ചൊരു വരുമാനമാണ്. കമ്മീഷൻ കിട്ടി അഥവാ വരുമാനം കൂടി. കമ്മീഷൻ എന്ന ഇൻകം കൂടിയതുകൊണ്ട് കമ്മീഷനെ ക്രെഡിറ്റ് ചെയ്തു. വീഡിയോ മുഴുവനായി കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കണ്ട എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനും മറക്കരുത്. തുടർന്നുള്ള വീഡിയോ ഉടനെ ലഭിക്കാൻ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ആക്കി വയ്ക്കുക. അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം.